നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ വലിയ വലിയ ലഹരിയൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ വലിയ അക്രമങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വേളയിൽ ആൾക്കാരെ കുറച്ചുകൂടെ ഒന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടന്നൊരു യാത്രയാണ്. അത് 30 ദിവസമുള്ള യാത്ര 14 ജില്ലകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ്. അപ്പോൾ കായിക്കരയല്ലേ ഈ സ്ഥലം? കായിക്കര എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ്റെ അല്ലേ ജന്മസ്ഥലമാണല്ലോ. ഇരിക്കുക സാംബശിവൻ്റെ ശിഷ്യനല്ലേ ഇരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെയൊക്കെ ഏറ്റവും സ്വാധീനിച്ച ആൾ സാംബശിവനാണ് കേട്ടോ. നമ്മുടെ അവതരണത്തിലൊക്കെ സാംബശിവനാണ് കയറി വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കരുന്നോലെ നിങ്ങളുടെ നാട്ടിലെ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളെ, അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വളരെ ചോക്ലേറ്റിലൊക്കെ ഈ ലഹരിയൊക്കെ കൊടുത്ത് അവരെ സ്വാധീനിച്ച് കൂടെ കൊണ്ടുവന്ന് വലിയ ലഹരിക്ക് അടിമയാക്കുന്ന ആളുകൾ. ഇതൊരു വലിയ അന്താരാഷ്ട്ര ബിസിനസ്സാണ്. നിങ്ങൾക്കറിയാം, മയക്കുമരുന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള അന്തർദേശീയ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ചെറിയ ലെവലിൽ ഒക്കെ ഉള്ളായിരുന്നത് ഇപ്പോൾ കുറച്ച് വ്യാപകമായിട്ടുണ്ട്. എന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട, ആശങ്കപ്പെടേണ്ട. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ അധ്യാപകരോട് ചോദിക്കണം അവരെങ്ങനെയുണ്ട്, സ്കൂളിലൊക്കെ വരുന്നുണ്ടോ, ക്ലാസ്സിൽ കയറുന്നുണ്ടോ. പണ്ട് നമ്മൾ അന്വേഷിക്കില്ലല്ലോ, പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോവില്ല. നമ്മൾ ജയിച്ചോ തോറ്റോന്ന് എഴുതി ഒട്ടിക്കുന്ന ദിവസമാണ് മിക്കവാറും പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത്. ഇനി അങ്ങനെ പോരാ. ഇനി മാത്രമല്ല പിന്നെ ഈ കുട്ടികളൊക്കെ തന്നെ ചെറിയ പ്രായമായതുകൊണ്ട് അവർ ഈ ഐഫോണൊക്കെ വെച്ചിട്ട്, പുതിയ ഫോണൊക്കെ വെച്ച്, സ്മാർട്ട് ഫോണൊക്കെ വെച്ചിട്ട് മുറിയൊക്കെ അടച്ചിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ അവർക്ക് ഇത്തിരി വിഷമം ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയ ചൂരിലൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂലും വേണം, അടിച്ച് വൃത്തിയാക്കാനുള്ള ചൂലും വേണം, ചൂരലും വേണം. അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട് പിള്ളേരെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. അവരെന്തൊക്കെയാണ്, നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടറൊക്കെ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഒരുപാട് മണിക്കൂറൊക്കെ ആൾക്കാർ ടി വിക്ക് മുന്നിലും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും ഒക്കെ കഴിയേണ്ട കാര്യമില്ല. കുട്ടികളാണെങ്കിൽ അവരുടെ മെയിൻ ജോലി കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. വാർത്തയൊക്കെ കേൾക്കുക, വാർത്തയൊക്കെ കേൾപ്പിക്കുക കുട്ടികളെ കൊണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു ഭയങ്കര ശ്രദ്ധ വേണം. കാര്യം കുട്ടികൾ നച്ചു പോയാൽ പിന്നെ നിങ്ങളൊക്കെ ജീവിച്ചതിൻ്റെ കാര്യമുണ്ടോ? കുട്ടികളാണ് നമ്മുടെ എല്ലാം. അപ്പം നമ്മൾ മാത്രമല്ല, അയൽവാസികളുമായിട്ടൊക്കെ ചുമ്മാ അതിർവഴക്കൊക്കെ ഉണ്ട്, അതൊക്കെ കളയണം. കാര്യം ഒരാവശ്യം വന്നാൽ വിളിക്കാൻ അവരെ കാണൂ. അപ്പോൾ തൊട്ട അയലത്തുള്ള ആളെ ശത്രുവാക്കരുത്. ഭയങ്കര മണ്ടത്തരമാണ്. നമ്മൾ രാത്രിയിലെങ്ങാനും ചിലപ്പം വല്ലാത്തൊരു വലിയൊക്കെ വലിച്ച് അങ്ങപ്പുറത്ത് കേട്ടാലും നമ്മൾ അവരനങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് അയൽവാസിയായിട്ടൊക്കെ ഒരു ലോകത്തിലൊക്കെ പോകണം. ആ പടെ കുറച്ച് കാലമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കേരളം നമ്മുടെ അഭിമാനമായ കാര്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് വളരെ ടി വിയിൽ നിങ്ങൾ 24-ലൊക്കെ ഇത് ഒരുപാട് നിങ്ങളിതൊക്കെ അറിഞ്ഞോ നിങ്ങളൊക്കെ അറിഞ്ഞോ? അപ്പോൾ നമ്മൾ അമ്മമാരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു സംഭവമാണ്. കാര്യം പോലീസൊക്കെ വളരെ സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എക്സൈസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊക്കെ ബാംഗ്ലൂരു അല്ലെങ്കിൽ കർണാടക മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് ഒഴുകി വരുന്നത്. അവിടെയൊക്കെ പോയി അവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ വലിയ പാടാണ്. അതിലും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവന്മാർ ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. പണ്ട് ആദ്യം ഇങ്ങനെയായിരുന്നു. ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഒഴുകുന്ന സമയത്ത് ഇവിടുത്തെ പോലീസും എല്ലാം കൂടെ എക്സൈസുകാരും എല്ലാം കൂടെ ആന്ധ്ര പോലുള്ള സംസ്ഥാനത്തിൽ പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയൊക്കെ കച്ചവടമൊക്കെ നടത്തിക്കോളൂ, കേരളത്തിലേക്ക് വന്നാൽ പിടിച്ചകത്തിടും. മാത്രമല്ല നിങ്ങൾ ഇവിടെ നിന്ന് സ്പിരിറ്റ് അങ്ങോട്ട് കൊടുത്തയച്ചിട്ട് ഇവിടെ വരച്ചാന്ന് വെച്ചാൽ ആന്ധ്രയിൽ വന്ന് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ചുണക്കുട്ടന്മാരായ പോലീസുകാരും എക്സൈസുകാരും പോയി വിരട്ടിയത് കൊണ്ടാണ് പലരും സ്പിരിറ്റ് പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചു. കാര്യം ആന്ധ്രയിൽ പിടിച്ചാൽ അവിടുത്തെ കച്ചവടം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെ അവസാനിപ്പിച്ച് അന്ന് ഈ സ്പിരിറ്റ് ഒഴുകി നിന്നു. ഇന്നിപ്പോൾ അതുപോലെയാണ്. നമ്മുടെ എക്സൈസ് അതേ തന്ത്രം അവലംബിക്കേണ്ട കാലമായി. കാരണം ഇത് ഒഴുകുന്നതെല്ലാം ഇവിടെ നിന്നല്ല. പിന്നെ കുട്ടികളെ ഇതിൻ്റെ കാരിയറാക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ മരുന്ന് കച്ചവടം നിങ്ങൾ അറിഞ്ഞാണല്ലോ, ഹോസ്റ്റ് മുറിയിലൊക്കെ കഞ്ചാവ് സംഭരണ കേന്ദ്രമായിട്ട് മാറി. നമ്മൾ നെല്ലൊക്കെ സംഭരിക്കുന്ന പോലെ കഞ്ചാവ് സംഭരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്, ഗുരുതരമായൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് നമ്മുടെ പോലീസ് സ്ട്രോങ് ആണ്. അവർക്കിത് നേരിടാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് വളരെ ഉറപ്പാണ്. അപ്പോൾ അമ്മമാരിത് വളരെ ശ്രദ്ധ വെക്കണം. അച്ഛന്മാർക്കൊക്കെ പല പരിപാടികളായതുകൊണ്ടും പിന്നെ ചിലപ്പം വൈകുന്നേരം ഒരു തുള്ളിയൊക്കെ കഴിക്കുന്നവരൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും. അതൊന്നുമല്ല ആപത്ത്. ഇതെന്ന് പറഞ്ഞാൽ ഈ രാസലഹരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഗുരുതരമായ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അര ഗ്ലാസ് കള്ളു കുടിച്ചോണ്ടോ അതൊന്നും അല്ല വിഷയം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാവരും കള്ളു കുടിച്ചിട്ടും ഗാന്ധിമാരാകാൻ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നൊന്നുമില്ല. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പള്ളിക്കൂട വരാന്തയിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ കറങ്ങുന്നുണ്ടോ, നമ്മുടെ വീടിനടുത്ത് ആൾക്കാർ കറങ്ങുന്നുണ്ടോ. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വന്നാൽ എന്തിനാണ് വീട്ടിൻ്റെ വരാന്തയിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കും. ഈ കാലത്ത് നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ട കാര്യമൊന്നും. ചിലപ്പോൾ ഒരു മാന്യതയില്ലായ്മയൊക്കെ അവർക്ക് തോന്നും, അത് അവരുടെ കാര്യം. പക്ഷേ നമ്മൾ ചോദിക്കേണ്ട നമ്മുടെ ആവശ്യം. ഇതിനെതിരായിട്ട് നിങ്ങളൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ട് നമ്മൾ പിള്ളേരൊക്കെ കൈവിട്ട് പോയി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ MDMA ഒക്കെ പറയുന്ന ഈ ലഹരി ഒരുതരം പഞ്ചസാര പോലിരിക്കും. അത് കണ്ട ഈ സാധനം ഒരു കുട്ടി ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അത് പിന്നെ ഉപയോഗിക്കാനുള്ളൊരു താല്പര്യം വരും.
ഒരു 3-4 തവണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അപ്പോൾ ഇത് കൂട്ടുകാരുടെ കയ്യിലേക്ക് ഈ സാധനമൊക്കെ കാണും. കാര്യം അത്രയ്ക്ക് രീതിയിൽ ഇത് പലയിടത്തും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തല്ലിപ്പൊളിക്കാനായിട്ട് എക്സൈസ് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഏതെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം MDMA ഒക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മാനസിക രോഗമുള്ള ആൾക്കാരുടെ കൂട്ട് എതിരെ നിൽക്കുന്ന അമ്മയാണോ സഹോദരിയാണോ ചേച്ചിയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് ഈ അമ്മയുടെ നേരെയൊക്കെ കത്തിയെടുത്ത് പള്ളയ്ക്ക് കുത്തിക്കയറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അവർക്ക് ശരിക്കും ഈ അമ്മയെ കൺമുന്നിൽ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് പലരുടെ നിലവിലുണ്ട്. ആദ്യമൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ വാർത്താമുറികളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള വരുന്ന വാർത്തകളുടെ 50% പോലും നിങ്ങളിൽ എത്തിക്കുന്നില്ല. കാര്യം നമ്മുടെ ആൾക്കാർ കിടന്ന ഉറക്കം വരണമെന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വാർത്തകളെ വിടുന്നു. ആ വാർത്ത വിടുന്നത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വിടുന്നത്. അപ്പോൾ ആ വാർത്തകൾ കണ്ട് ശ്വാസം മുട്ടിയാണ് ഞങ്ങൾ അവിടുന്ന് വാർത്താമുറി എടുത്ത് പുറത്ത് ചാടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരോട് നേരിട്ടൊന്ന് പറയാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ കായിക്കര എന്ന് പറഞ്ഞാൽ ആശാൻ്റെ ജന്മസ്ഥലമാണ്. നമുക്കറിയാം, ഞാനൊക്കെ ആശാൻ്റെ കാവ്യ പുസ്തകങ്ങളൊക്കെ മിക്കവാറും എല്ലാം വായിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ആശാനൊരു വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ആ മുറയ്ക്ക് വിപ്ലവമായിരിക്കണം. അപ്പം അമ്മമാരൊക്കെ വളരെ സജീവമായി കഴിഞ്ഞാൽ അമ്മമാർ ചൂല എടുത്താലുണ്ടല്ലോ, എവിടെയൊക്കെ അമ്മമാർ ചൂല എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മമാർ എനിക്കൊന്ന് വീടിൻ്റെ മൂല ഇട്ടേക്കില്ലേ ഇപ്പോൾ നമ്മൾ തറ തുറക്കാൻ വേണ്ടി മാത്രം. ആ തറ അടിച്ച് വരാനുള്ള ചൂല് നമ്മൾ കയ്യിലെടുത്ത് ഒരു ആയുധമാക്കേണ്ട സമയമായി. എന്നും പറഞ്ഞ് നിയമമൊന്നും കയ്യിലെടുത്ത് ചൂല് വെച്ച് വഴിയെ പോകുന്നതിന് അടിയൊന്നും കൊടുത്തു കളയരുത്, അപ്പിലായി പോവും. അപ്പോൾ അത് ഞാൻ ചൂലെടുക്കുക എന്ന് പറഞ്ഞാൽ ശാസിക്കാനുള്ളൊരു സംഭവം കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അപ്പം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോൾ ആരോടൊക്കെയാണ് കൂട്ടുകെട്ട്. കാരണം ഇതൊരു ആസുര കാലമാണ്, അപകടം പിടിച്ചൊരു കാലമാണിത്. കാര്യം ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവനെയൊക്കെ നമുക്ക് അവൻ്റെ എല്ലി ഔട്ടി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ TV കൂടെ പറയാൻ പാടില്ലെങ്കിലും. അപ്പോൾ ഇത് എങ്ങനെയും പണം ഉണ്ടാക്കുക, സാധാരണ കണ്ണീര് കണ്ടാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതം ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാൽ നമ്മൾ കാസർഗോഡ് ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു 30 ദിവസം ആകുമ്പോഴേക്കൊക്കെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ TV യിലൂടെ പറയാം. നിങ്ങൾ രാവിലെ എണീറ്റ് ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്യുമല്ലോ. ചായയൊക്കെ ഉണ്ടാക്കുന്നിടയ്ക്ക് കാണുന്നില്ലേ? അത് കാണുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ മൊബൈൽ ഫോണിലാണ് കേൾക്കുന്നെങ്കിൽ ഈ പഞ്ചസാര പാത്രത്തിൻ്റെ അകത്തോട്ടങ്ങ് വെച്ചേക്കണം. അത് അവിടെ നിന്ന് പാടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ മക്കളൊക്കെ കേട്ടോ. എല്ലാം കേൾക്കും. മോളുടെ പേരെന്തുവാ? മോളുടെ തന്നെ പേര്? ഈ മോളുടെ പേര് ആൻമരിയ ആയിരിക്കും മോളെ. അപ്പോൾ ആൻമരിയ നല്ല കുട്ടി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, ഇരിക്കും മോളെ. അപ്പോൾ എല്ലാവരും നമ്മൾ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അമ്മമാരെ കാണുമ്പോൾ അതിലും സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ നാട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യത്നമാണിത്. നമ്മുടെ നാട്ടിന് നന്മയുണ്ട്. ആ നന്മ നമ്മളെല്ലാവരും കാണിക്കുക. അപ്പോൾ ഞാൻ ഈ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുവാദം. ആ മോളുടെ പേരെന്തുവാ? എല്ലാ മക്കളും ഒന്ന് എണീറ്റ് നിന്ന് പേര് പറഞ്ഞു. ഞാൻ ഒന്ന് കേൾക്കട്ടെ എങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. ഉറക്കെ പറയണേ. അടുത്ത മോളെ. സിറ്റ് ഡൗൺ. അല്ല, പേര് പറഞ്ഞവർ. ആൻമരിയ സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. ഒരാളെ എന്താ വേണം പേര്? അവിടുന്ന് തുടങ്ങാം. ഇനി അവിടുന്ന് തുടങ്ങാം. പറയണേ പേര്. നീ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? നീ കരാട്ടക്കാരനാന്ന് തോന്നുന്നു. പറഞ്ഞേ. ഓക്കെ. ഓക്കെ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഇവിടെ പറഞ്ഞേ. ഭാഗ്യലക്ഷ്മിയോ? ഓ, വലിയ പേര്. ഇയാളുടെ പേര്? എൻ്റെ കുട്ട. ഹായ്. അപ്പോൾ എൻ്റെ പേര് ശ്രീകണ്ഠൻ നായർ. അപ്പോൾ SK. ഓക്കെ, ഞാൻ പോട്ടെ എങ്കിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മളെ ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ സ്വീകരിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ സന്തോഷം. താങ്ക് യു. മക്കളെ, ഓ സന്തോഷം. അയ്യോ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ പൂക്കളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാനിതെല്ലാം കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ എല്ലാവരും സന്തോഷം. എടാ മോനെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഏതെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുക്കുക ഈ പൂവുകൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പൂക്കളായത്. അപ്പോൾ ഓക്കെ, കാണാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും എഴുന്നേറ്റൊന്ന് കേടിച്ചാൽ പോവാം. ഓ, താങ്ക് യു. സന്തോഷം. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും പിന്നീടൊരു അവസരത്തിൽ വരാം കേട്ടോ. ശരി.